പാലക്കാട് എളമ്പുലാശ്ശേരിയിൽ ഇ-കൊമേഴ്സ് സൈറ്റ് വഴി ലാപ്ടോപ്പ് വാങ്ങിയപ്പോൾ വന്നത് കല്ലാണ്. എളമ്പുലാശ്ശേരി സ്വദേശി വേണുഗോപാലിനാണ് ലാപ്ടോപ്പിന് പകരം മാർബിൾ കല്ല് വന്നത്. പാക്കറ്റ് പൊട്ടിച്ച വീട്ടുകാർ ആകെ ഞെട്ടി. ആവശ്യപ്പെട്ടതല്ല വന്നത്. ഏപ്രിൽ 24-ന് വേണുഗോപാലിന്റെ മകളുടെ ഭർത്താവ് പ്രമോദ് വീട്ടിലേക്ക് 40,000-ത്തിലധികം രൂപ വില വരുന്ന ലാപ്ടോപ്പ് ഓർഡർ ചെയ്തു. പക്ഷേ വന്നതോ വലിയ വിലയില്ലാത്ത ഒരു കഷ്ണം കല്ല്. ചാർജർ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. ആ കവർ കഴിഞ്ഞ് ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് ശരിക്കും ലാപ്ടോപ്പ് ബോക്സ് അല്ല, മറ്റെന്തോ ഒരു ബോക്സാണ്. അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഒരു 2 കഷ്ണം പീസ് സ്റ്റോണാണ്. അത് അതേപോലെ തന്നെ പിടിക്കുന്നുണ്ട്. അടുത്ത് പുറത്ത് വെച്ചു. എന്നാൽ ലാപ്ടോപ്പ് അതിലില്ലായിരുന്നു. ആദ്യം ആമസോണിൽ പരാതിപ്പെട്ടു. അവരോട് ആ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 9ൻ്റെ ഉള്ളിൽ നോക്കട്ടെ, അന്വേഷിച്ചിട്ട് 9-ാം തീയതിക്ക് പൈസ റിട്ടേൺ ചെയ്യാൻ ചെയ്യാം നമ്മൾ. രണ്ടാമത് 9-ാം തീയതി പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞു പേയ്മെൻറ്റ് ചെയ്യാനിപ്പോൾ ഇതില്ല, ഞങ്ങൾ സാധാരണ നിലയ്ക്ക് തന്നെ അത് ചെയ്തത്, നിങ്ങൾക്ക് സാധനം അവിടെ കിട്ടിയിരുന്നു, OTP നിങ്ങൾ തന്നു. ഏപ്രിൽ 26-നാണ് ലാപ്ടോപ്പ് ഓർഡർ ചെയ്തത്. മെയ് 1-ന് ഓർഡർ വന്നെങ്കിലും സ്ഥലത്തില്ലാത്തതിനാൽ മെയ് 4-ന് തുറന്നു നോക്കി. നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ഇനിയിപ്പോൾ അവർ ലാപ്ടോപ്പ് തന്നോളുന്നില്ല, നമ്മൾ പൈസ റീഫണ്ട് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ്. തങ്ങൾ കൃത്യമായാണ് കാര്യങ്ങൾ ചെയ്തത്. സാധനങ്ങൾ കൃത്യമായി എത്തിക്കുകയല്ലാതെ ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നില്ല. തങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൽ പരിമിതി ഉണ്ടെന്നാണ് ഉപഭോക്തൃ കോടതിയിലെ പരാതിക്ക് ആമസോൺ മറുപടി നൽകിയത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.